ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് മണി ഏണിങ്ങിൻ്റെ അടുത്ത ക്ലാസ്സാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത മണി ഏണിങ്ങിൻ്റെ പുതിയ ക്ലാസ്സുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ ദീർഘിപ്പിച്ചിട്ടുള്ള ക്ലാസ് ഒന്നും അല്ല. എല്ലാ വീഡിയോസിലും ഞാൻ ഇങ്ങനെ തന്നെ പറയും, അവസാനം സംസാരിച്ച് വരുമ്പോൾ ദീർഘിപ്പിച്ച് പോകും. മാക്സിമം ദീർഘിപ്പിക്കുന്നത് കുറയ്ക്കാനായിട്ട് ഞാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മണി മാനിഫെസ്റ്റേഷൻ്റെ പ്രാക്ടീസിങ് സെക്ഷനിലോട്ടാണ് പോകുന്നത്. എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? അപ്പം പ്രാക്ടീസ് സെഗ്മെൻ്റ് ആണ് ഇന്നത്തത്. അപ്പോൾ നിങ്ങൾ ബുക്ക് എടുത്ത് വെക്കുക. കഴിഞ്ഞ ഡേയ്സിൽ നമ്മൾ ബുക്ക് ആവശ്യപ്പെട്ടില്ലായിരുന്നു. ഇപ്രാവശ്യം നിങ്ങൾക്ക് ബുക്ക് എടുത്ത് വെക്കാവുന്നതാണ്. ഇനി ഞാൻ സ്റ്റാർട്ടിങ് തന്നെ ഒരുപാട് ലാഗ് ഇടാതെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് പറഞ്ഞു പോകാം. അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ് മെത്തേഡ് ഫുള്ള് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഫുള്ള് പ്രാക്ടീസ് മെത്തേഡാണ് പറയുന്നത്. നമ്മളിത് പ്രാക്ടീസ് ചെയ്യുക. എത്ര ടൈംസാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് ആദ്യം തന്നെ പറയാം. ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യം ഏകദേശം 5 പ്രാവശ്യം നിങ്ങൾ കണ്ടിന്യൂസ് പറയുക. രാത്രിയും രാവിലെയും 5 പ്രാവശ്യം. രാത്രി 5 പ്രാവശ്യം, രാവിലെ 5 പ്രാവശ്യം. രാവിലെ ബ്രഹ്മമുഹൂർത്തം, രാത്രിയിൽ നമ്മൾ അർദ്ധരാത്രി ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇത് പറയാവുന്നതാണ്. പക്ഷേ വലിയ ലൗഡായിട്ടല്ല പറയേണ്ടത്, നിങ്ങളുടെ മനസ്സിൽ പറയാം, അല്ലെങ്കിൽ പതിയെ പറയാം. ഓക്കെ ആണല്ലോ? ഇനി ഞാൻ പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാം. അഫർമേഷനാണ്. ഞാൻ സമ്പത്ത് ആകർഷിക്കുന്ന ആകർഷണ കേന്ദ്രമാണ്. ഞാൻ സമ്പത്ത് ആകർഷിക്കുന്ന ആകർഷണ കേന്ദ്രമാണ്. പണം എന്നെ സ്വാഭാവികമായി തേടുന്നു. എനിക്കുള്ള ധനം ആനന്ദമാണ്. ഞാൻ ധനസമ്പത്ത് സ്വീകരിക്കുന്നു. എനിക്ക് ധനം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ പല കൈവഴികളിലായി പണം എനിക്ക് വരുന്നുണ്ട്. എല്ലാ വിധത്തിലുള്ള പണം എനിക്ക് എൻ്റെ കൈകളിലേക്ക് തന്നതിന് യൂണിവേഴ്സിന് നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. ഇത് കുറച്ച് പാരഗ്രാഫ് ആയിരിക്കാം, എങ്കിലും നിങ്ങളിത് പതുക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് എഴുതിയെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രാക്ടീസ് സെക്ഷൻ. ഇത് 5 പ്രാവശ്യം രാവിലെയും 5 പ്രാവശ്യം രാത്രിയിലും കണ്ടിന്യൂസ് നിങ്ങൾ പറയുക. ഇത് പറയുമ്പോൾ വെറുതെ അല്ല, നിങ്ങൾ ആത്മവിശ്വാസത്തോടെ ഞാൻ ഇങ്ങനെ പറയരുത്, ഞാൻ ധനസമ്പത്ത് ആകർഷിക്കുന്ന ഇങ്ങനല്ല പറയേണ്ടത്. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് കിട്ടിയെന്നുള്ള രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പറയേണ്ടത്. ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കണം. നല്ല ഫോക്കസ് വിട്ടു പോകരുത്. ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിച്ചോ, അയ്യോ ഭർത്താവ് ഫുഡ് കഴിച്ചോ, കുളിക്കാൻ സമയമായോ, ഇങ്ങനൊന്നും വേറെ ചിന്തകളൊന്നും കൊണ്ടുവരാതെ ഭയങ്കര ഫ്രീ മൈൻഡായിട്ട് കാര്യങ്ങൾ ചിന്തിച്ച് മാത്രം എന്ത് ചെയ്യുക, ഇത് പറയുക. അപ്പോൾ രാത്രിയും പറയുന്നു, രാവിലെയും പറയുന്നു. ഇനി അടുത്തത് നമ്മൾ വൈബ്രേഷനാണ്. നമ്മുടെ ഇന്നത്തെ വൈബ്രേഷൻ നമ്മൾ കൂട്ടുകയാണ്. അതായത് നമ്മൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വൈബ്രേഷൻ കൂട്ടുക എന്ന് പറയുന്നത്. വൈബ്രേഷൻ്റെ കുറവ് എനർജി ഫ്ലോ കുറയ്ക്കുന്നു. എനർജി ഫ്ലോ കുറയ്ക്കുന്നത് കൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നില്ല. ഇത് അവസാനം ഫൈനലി നമുക്ക് എന്താണ്, നമ്മൾ എത്ര ചെയ്തിട്ടും പ്രോപ്പറായിട്ട് വർക്ക് ആകാതെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ബുക്ക് അവസാനം വെറുതെ മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതേണ്ടത് വെറും ഒരു പേപ്പറിലല്ല. കഴിഞ്ഞ ദിവസങ്ങളിലുടനീളം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ സീക്രട്ട് ബുക്കിലാണ് നിങ്ങൾ എഴുതേണ്ടത്. ഈ സീക്രട്ട് ബുക്ക് നിങ്ങൾ വേറെ ആരെയും കാണിച്ചു കൊടുക്കുകയും ചെയ്യരുത്. ഓക്കെ, അത് നിങ്ങളുടെ മാത്രമായിട്ടുള്ള രഹസ്യമായിട്ടുള്ള ബുക്കാണ്. ഇനി നിങ്ങളുടെ ഹസ്ബൻഡ് ആകട്ടെ, നിങ്ങളുടെ കുട്ടികളാകട്ടെ, ആർക്ക് നിങ്ങളത് ഓപ്പൺ അപ്പ് ചെയ്തിട്ട് അത് വായിച്ചു കൊടുക്കാനോ ആ പുള്ളിക്കാർ ഇത് വായിക്കാനായിട്ട് സമ്മതിക്കരുത്. ദയവ് ചെയ്ത് അത് മാറ്റി എവിടെയെങ്കിലും സുരക്ഷിതമായിട്ടുള്ളൊരു പ്ലേസിൽ വെക്കുക. ഓക്കെ, ഇനി വൈബ്രേഷനാണ്. വൈബ്രേഷൻ മെത്തേഡിൽ പറയാൻ പോകുന്നത് ഹാൻഡ് റൈറ്റിംഗ് ആണ്. ഞാൻ പറയുന്ന കാര്യം വളരെ നല്ല ബോൾഡായിട്ടും ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുത്ത ശേഷം വളരെ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങളുടെ ബുക്കിൽ ഞാൻ പറയുന്ന കാര്യം എഴുതുക. അത് എഴുതേണ്ട പെൻ ഒന്നെങ്കിൽ ഗ്രീൻ പെൻ ആയിരിക്കണം, ബ്ലാക്ക് പെൻ വെച്ച് എഴുതരുത്. ഒന്നെങ്കിൽ ഗ്രീൻ പെൻ യൂസ് ചെയ്യാം. ഗ്രീൻ പെൻ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര എഫക്റ്റ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ റെഡ് പെന്നും നല്ലതാണ്, ബ്ലൂ പെന്നും നല്ലതാണ്. ബ്ലാക്ക് പെൻ യൂസ് ചെയ്യരുത്. എഫക്റ്റ് ഏറ്റവും കൂടുതൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും അത് ഗ്രീൻ പെൻ തന്നെയാണ്. നമുക്ക് ഏറ്റവും പഠിക്കുന്ന കുട്ടികൾക്ക് ഗ്രീനിൻ്റെ ഹൈലൈറ്റർ ഉണ്ടല്ലോ, ഗ്രീൻ കളർ ഹൈലൈറ്റർ പെൻ വെച്ചിട്ട് നമ്മളിങ്ങനെ അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ മെമ്മറിയിൽ മറക്കത്തില്ല.
ആ കാര്യം ആ ഗ്രീൻ കളറിന് പ്രത്യേക ഒരു കഴിവുണ്ട്. നമ്മുടെ മൈൻഡിൽ, നമ്മുടെ മെമ്മറിയിൽ അത് എന്ത് ചെയ്യും, കോഡ് ചെയ്ത് വെക്കാനായിട്ട് സഹായിക്കും. അതുകൊണ്ടാണ് ഗ്രീൻ കളർ നിങ്ങൾക്ക് ഉപദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൈബ്രേറ്റിംഗ് ആണ്. വൈബ്രേറ്റിങ്ങിൽ നമ്മൾ വൈബ്രേഷൻ തരുന്നതാണ്. അപ്പോൾ അത് ഹാൻഡ് റൈറ്റിംഗ് ആണ്. നിങ്ങൾ ഹാൻഡ് റൈറ്റിംഗ് എത്രത്തോളം നീറ്റായിട്ട്, എത്രത്തോളം കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നോ അത്രത്തോളം കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. എനിക്ക് കിട്ടി എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഇത് എഴുതേണ്ടത്. ഞാൻ ഇനി പറയുന്ന കാര്യം നിങ്ങൾ എഴുതുക. ഞാൻ പ്രതിദിനം 10 ലക്ഷം രൂപയുടെ വൈബ്രേഷൻ നേടുന്നു. ഇവിടെ ഞാനൊരു തുക പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ തുക നിങ്ങൾക്കനുസരിച്ച് അത് മാറ്റാവുന്നതാണ്. ഞാൻ 10 ലക്ഷം ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് എത്ര തുകയാണോ അവിടെ ആഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നത് ആ തുക അവിടെ എഴുതാം. ഞാൻ പ്രതിദിനം ഡാഷ് രൂപയുടെ വൈബ്രേഷൻ നേടുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എഴുതി കഴിഞ്ഞ ശേഷം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുക. അതിനുശേഷം എഗെയിൻ നിങ്ങൾ ഒന്ന് ബോൾഡായിട്ട്, നമ്മൾ കട്ടിങ്ങനെ എഴുതത്തില്ലേ പേപ്പറിൽ, പക്ഷെ കുത്തി കീറരുത്, അത്യാവശ്യം രീതിയിൽ ലളിതമായിട്ട് എഴുതുക. ഞാൻ പണം ആകർഷിക്കുവാൻ പിറന്നവളാണ് അല്ലെങ്കിൽ പിറന്നവനാണ്. ആണാണെങ്കിൽ പിറന്നവനെന്ന് പറയും, പെണ്ണാണെങ്കിൽ പിറന്നവളാണെന്ന് പറയും. ഓക്കെ, ഞാൻ പണം ആകർഷിക്കുവാൻ പിറന്നവനാണ്. ഇതാണ് ഫൈനലായിട്ട് നമ്മൾ എഴുതേണ്ടത്. ഇത് എഴുതി കഴിഞ്ഞ ശേഷം ആ എഴുതിയ കാര്യം നമ്മൾ വിരലോടിച്ച് വായിക്കുക. നമ്മൾ കുഞ്ഞുങ്ങൾ വിരലോടിച്ച് വായിക്കത്തില്ലേ, അതുപോലെ വിരലോടിച്ച് വായിക്കുക. അത് 3 വട്ടമാണ് വായിക്കേണ്ടത്. ഇത് ചെയ്യേണ്ടത് ഏറ്റവും, നമ്മൾ ഡയറിയൊക്കെ എഴുതി രാത്രിയിലുള്ള സമയത്താണ് ഏറ്റവും ബെറ്റർ. രാത്രിയിൽ ഇതെന്ത് വിരലോടിച്ച് വായിക്കുക. പണം എനിക്ക് സ്വാഭാവികമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും. പണം എനിക്ക് സ്വാഭാവികമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് മനസ്സിൽ എന്ത് ചെയ്യുക, ഉറപ്പിച്ച് പറയുക. ഉറപ്പിച്ച് പറഞ്ഞ ശേഷം നമ്മുടെ ഈ ഒരു വലത് കൈ ഉണ്ടല്ലോ, ഈ ഒരു വലത് കൈ നമ്മുടെ ഹാർട്ടിൻ്റെ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് വെക്കുക. അതിനുശേഷം വീണ്ടും എഗെയിൻ പറയുക, പണം എനിക്ക് സ്വാഭാവികമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. പണം എനിക്ക് സ്വാഭാവികമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. പണം എനിക്ക് സ്വാഭാവികമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും. ഇത് 3 വട്ടം നിങ്ങളുടെ ഹാർട്ടിൽ തൊടുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ തൊട്ട് ഭയങ്കര പ്ലസൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇത് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് വീഡിയോയുടെ അവസാനം പറയാൻ പോകുന്നത് ടാസ്ക് ആണ്. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിരിക്കുക. കണ്ണടച്ച ശേഷം ഞാൻ കുറച്ച് 3 ആകൃതികൾ പറയും. ഇതിലേതെങ്കിലും ഒരു ആകൃതി നിങ്ങൾ സെലക്ട് ചെയ്യുക. സ്ക്വയർ, ചതുരം, വൃത്തം, സർക്കിൾ, ത്രികോണം, ട്രയാങ്കിൾ. ഇതിൽ 3-ൽ ഏതെങ്കിലും, ചതുരം, ത്രികോണം, വൃത്തം, ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സ്ക്വയർ, ട്രയാങ്കിൾ, സർക്കിൾ, ഇതിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുന്നു, നിങ്ങൾ കണ്ണടച്ചിരിക്കുന്നു, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുക്കുന്നു. അതിനുശേഷം നിങ്ങളുടെ മനസ്സിൽ, ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ, നിങ്ങൾ ഏത് ആകൃതിയാണോ, ഏത് ഷേപ്പാണോ കൊണ്ടുവന്നത് ആ ഷേപ്പ് നിങ്ങളുടെ കണ്ണിന് നേരെ നിൽക്കുന്നതായി നിങ്ങൾ കാണുക. ആ ഷേപ്പിൻ്റെ അകത്തൂടെ കുറേ ഗോൾഡൻ ആയിട്ടുള്ള ലൈറ്റ് വരുന്നത് പോലെ നിങ്ങൾ കാണുക. ആ ലൈറ്റ് നിങ്ങളുടെ മുഖത്തേക്ക് അടിക്കുകയാണ്. നിങ്ങൾ കണ്ണടച്ചാണ് ഇത് ചെയ്യുന്നത്. നിങ്ങളുടെ മുഖത്തേക്ക് കുറേ ഗോൾഡിഷ് ലൈറ്റ് ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് വരികയാണ്. നല്ല രീതിയിൽ അടിച്ചടിച്ചടിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങൾ പതിയെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് എത്രയാണോ ആഗ്രഹിക്കുന്ന പണം, ആ ഒരു പണം നിങ്ങൾ പതിയെ ആ ഒരു ഷേപ്പ്, ഇപ്പോൾ ത്രികോണം ആണെങ്കിൽ ത്രികോണം, ചതുരമാണെങ്കിൽ ചതുരം, വൃത്തമാണെങ്കിൽ വൃത്തം, അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഓരോന്നോരോന്ന് നിങ്ങളുടെ പൈസ കെട്ട് ഓരോ ആ ഷേപ്പിൻ്റെ അകത്ത് നിങ്ങൾ നിറച്ചു വെക്കുന്നു. ഓക്കെ, ഇത്രയും ഷേപ്പിൻ്റെ അകത്ത് നിറച്ചു വെച്ച ശേഷം നിങ്ങൾ 3 പ്രാവശ്യം പറയേണ്ട ഒരു കാര്യമുണ്ട്. പണം ആകർഷിക്കാൻ ഞാൻ പ്രാപ്തനാണ്. പണം ആകർഷിക്കുവാൻ ഞാൻ പ്രാപ്തനാണ്. ഇത് 3 പ്രാവശ്യം നിങ്ങൾ പറയുക. പറഞ്ഞ ശേഷം കണ്ണുകൾ തുറക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ 3 ആകൃതിയാണ് പരിചയപ്പെട്ടത്. റെഡ്, ബ്ലൂ, ബ്ലാക്ക്. അതായത് ഞാൻ ഈ 3 ആകൃതിയിൽ ആദ്യം നിങ്ങൾക്ക് ആകൃതി മാത്രമായിരുന്നു പറഞ്ഞു തന്നിരുന്നത്. ഇനി ഞാൻ പറയാം. അതായത് ചതുരം സെലക്ട് ചെയ്തവരുടെ നിറം എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. ചതുരം സെലക്ട് ചെയ്തവർക്ക് ബ്ലാക്ക് ആണ് അവരുടെ നിറം. ഓക്കെ, വൃത്തം സെലക്ട് ചെയ്തവർക്ക് ബ്ലൂവും, ത്രികോണം സെലക്ട് ചെയ്തവർക്ക് റെഡുമാണ്. ഓക്കെ, ഇനി ഈ 3നും നിങ്ങൾ ഏത് ആകൃതിയാണോ മനസ്സിൽ വിചാരിച്ചത്, ആ 3 ആകൃതിയിൽ ഏതാണോ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.
അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഇനി ഈ ഒരു മണി മാനിഫെസ്റ്റേഷന് നിങ്ങൾക്ക് വർക്കായോ, എന്താണ് നിങ്ങൾക്ക് ഭാവിയിൽ നടക്കാൻ പോകുന്നത്, എന്താണ് ഉടനടി നിങ്ങൾക്ക് നടക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ കാത്തിരിക്കുക. അപ്പോൾ കാത്തിരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്താണ് നിങ്ങളുടെ ആകൃതി സ്ക്വയർ താങ്ക് യു യൂണിവേഴ്സ് എന്നിടുക. അതിനുള്ള മറുപടി അല്ലെങ്കിൽ ഞാൻ മൊത്തത്തിലുള്ള ഒരു ഇത് ഞാൻ നിങ്ങൾക്ക് പിൻ ചെയ്തിട്ട് ഈ റെഡ് ട്രയാങ്കിൾ, ബ്ലൂ സർക്കിൾ, ബ്ലാക്ക് സ്ക്വയർ ഇതിന് വേണ്ടിയിട്ട് ഭാവിയിൽ വരാനിരിക്കുന്ന എന്താണ് എന്ന് ഞാനത് കമൻറ്റ് ചെയ്തേക്കാം മൊത്തത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് കയറി നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തൊക്കെയാണെന്ന്, നിങ്ങൾ എന്താണ് മൈൻഡിൽ വന്നത്, നിങ്ങൾക്ക് ഏതാണ് സ്ക്വയർ ആണോ, ട്രയാങ്കിൾ ആണോ, അതുപോലെ തന്നെ സർക്കിൾ ആണോ, നിങ്ങളുടെ മൈൻഡിൽ ഏത് ആകൃതിയാണോ വന്നത് അത് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് താങ്ക് യു യൂണിവേഴ്സ് എന്ന് ഇടുക. അതെന്താണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ആ ഒരു മണി വഴി നിങ്ങൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നതെന്ന് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം നല്ല പോസിറ്റീവായിട്ട് ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ മറക്കരുത്, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബുക്കിനകത്ത് അതായത് നമ്മൾ പഴയ ആ ബുക്ക് ഉണ്ടല്ലോ, ആ സീക്രട്ട് ബുക്ക് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊന്ന് റീഡ് ചെയ്ത് വെക്കുക. ഓരോ ദിവസവും നമ്മൾ എഴുതുമ്പോൾ ഡേറ്റ് ഇട്ട് എഴുതി പോവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ, ബൈ.